നമസ്കാരം. എന്റെ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ ഒരു സബ്സ്ക്രൈബർക്കുണ്ടായ ഒരു ഭീകരമായ അനുഭവമാണ്. പേര് വെളിപ്പെടുത്താൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അയാളെ അനന്തു എന്ന് വിളിക്കാം. ഈ കഥ കേട്ടപ്പോൾ എന്റെ രക്തം മരവിച്ചുപോയി. അതുകൊണ്ട് നിങ്ങൾക്കും അതേ ഭീകരത അനുഭവപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അനന്തുവിന് പഴയ സാധനങ്ങൾ, പ്രത്യേകിച്ച് പഴയ ഫർണിച്ചറുകളും മറ്റും ശേഖരിക്കുന്ന ഒരു ഹോബിയുണ്ട്. അങ്ങനെ ഒരു ദിവസം അടുത്തുള്ള ഒരു പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ പോയപ്പോൾ അവൻ കണ്ടത് ഒരു പഴയ കസേരയാണ്. നല്ല കൊത്തുപണികളുള്ള, നല്ല തടിയുള്ള ഒരു കസേര. അത് കണ്ടപ്പോൾ തന്നെ അവനൊരു പ്രത്യേക ഇഷ്ടം തോന്നി. എത്രയാ ചേട്ടാ ഇതിന് വില? അനന്ത് ചോദിച്ചപ്പോൾ കടയുടമ പറഞ്ഞു, മോനെ, ആ കസേരയ്ക്ക് ഒരുപാട് പഴക്കമുണ്ട്. എനിക്കിതിന്റെ വിലയെത്രയാണെന്നറിയില്ല. വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. സൗജന്യമായി കിട്ടിയ ആ കസേരയും കൊണ്ടു അനന്ത് വീട്ടിലേക്ക് പോയി. അത് അവന്റെ മുറിയിൽ വെച്ചു. കസേര വൃത്തിയാക്കി അതിന്റെ ഭംഗി കണ്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. പക്ഷേ ആ രാത്രിയിൽ അവൻ മുറിയിൽ തനിച്ചായിരുന്നപ്പോൾ പുറത്ത് കനത്ത മഴയും ഇടിയും മിന്നലുമായിരുന്നു. പെട്ടെന്നൊരു ഞെട്ടലോടെ അനന്ത് കേട്ടത് ആ കസേരയിൽ ആരോ ഇരുന്നു ആടുന്ന ശബ്ദമാണ്. അവൻ ഭയന്നുപോയി. അതൊക്കെ തോന്നലാവും എന്ന് പറഞ്ഞ് സ്വയം സമാധാനിപ്പിച്ച് കിടന്നുറങ്ങി. പക്ഷേ അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും അതേ ശബ്ദം കേട്ടു. ഓരോ തവണയും അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കസേര കാലിയായിരുന്നു. രാത്രിയിൽ എപ്പോഴെങ്കിലും ഉറക്കമുണർന്നാൽ അനന്ത് കാണുന്നത് ആ കസേരയിൽ ഒരാൾ ഇരിക്കുന്നു എന്നെ തന്നെ നോക്കുന്നു. പക്ഷേ ഭയം കാരണം അനന്തുവിന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. എങ്ങനെയോ ധൈര്യം സംഭരിച്ച് അവൻ മൊബൈൽ ഫോൺ എടുത്ത് ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോൾ അവൻ കണ്ട കാഴ്ച അവന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കസേരയിൽ ആരുമുണ്ടായിരുന്നില്ല. ഈ സംഭവം അവനെ വല്ലാതെ ഭയപ്പെടുത്തി. ആ കസേര വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അനന്ത് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം അവൻ കസേര എടുത്തുകൊണ്ടുപോയി വീട്ടിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു പുഴയിൽ ഉപേക്ഷിച്ചു. അയ്യോ, അതിന് ഒരുപാട് പഴക്കമുണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയ അവന്റെ അമ്മയോട് അവനൊന്നും മിണ്ടിയില്ല. ആ രാത്രി അവൻ സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ അനന്ത് വാതിൽ തുറന്നപ്പോൾ കണ്ടത് അവൻ പുഴയിലെറിഞ്ഞ ആ കസേരയാണ്. അത് അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു തോന്നൽ അവനുണ്ടായി. കസേര വീണ്ടും അവന്റെ വീട്ടിലെത്തിയതെങ്ങനെയാണ്? ഇത് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അനന്തുവിന്റെ കൂട്ടുകാർ ഈ കഥ കേട്ട് ചിരിച്ചു. നീയൊക്കെ ഒരുപാട് സിനിമ കണ്ടിട്ടാണ്. ഇങ്ങനെയുള്ള കസേരകളൊക്കെ സിനിമയിലല്ലേ ഉണ്ടാവൂ, അവർ പറഞ്ഞു. പക്ഷെ അവന്റെ ഭയം കൂടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഒരു സുഹൃത്ത് അനന്തുവിന്റെ വീട്ടിൽ വന്നു. അവന്റെ മുറിയിൽ ആ കസേര കണ്ടപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നിന്റെ കയ്യിൽ നല്ലൊരു സാധനം തന്നെയുണ്ടല്ലോ. കൂട്ടുകാരൻ അതിലിരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അനന്തു അവനെ തടഞ്ഞു. അതിലൊന്നും ഇരിക്കണ്ട എന്ന് അനന്തു പറഞ്ഞു. പക്ഷെ കൂട്ടുകാരൻ അത് കേട്ടില്ല. അവൻ കസേരയിലിരുന്ന് ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അനന്ത് കണ്ടു അവന്റെ കൂട്ടുകാരന്റെ മുഖത്ത് ഒരു ഭീകരമായ ചിരി. അവന്റെ കണ്ണുകൾ വല്ലാതെ ചുവന്നിരുന്നു. അനന്തുവിനെ നോക്കി അയാൾ ഭീകരമായി ചിരിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അവന്റെ കൂട്ടുകാരൻ ചോദിച്ചു. അനന്തു അത് കേട്ട് ഭയന്നു വിറച്ചു. അനന്തുവിന്റെ ഭയം കാരണം അവന്റെ സുഹൃത്ത് അതിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ അവന്റെ മുഖഭാവം സാധാരണ നിലയിലായി. ഈ അനുഭവം അനന്തുവിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരുപാട് പഴയ പുസ്തകങ്ങൾ ശേഖരിക്കുന്ന ഒരു സുഹൃത്തിന്റെ അടുത്തു പോയപ്പോൾ അനന്തു ഈ കാര്യം പറഞ്ഞു. ആ സുഹൃത്ത് അനന്തുവിനെ ഒരു പഴയ പുസ്തകം കാണിച്ചു. അതിലെഴുതിയിരിക്കുന്നത് ഈ കസേര മുൻപ് ഒരു കൊലപാതകിയുടെ ആയിരുന്നു. അയാൾ പലരെയും കൊലപ്പെടുത്തിയ ശേഷം ഈ കസേരയിൽ ഇരിക്കുമായിരുന്നു. അത് കേട്ട് അനന്ത് ഞെട്ടിപ്പോയി. ആ കസേരയിൽ ഇരിക്കുന്നവരുടെ ശരീരത്തിൽ കയറിക്കൂടി അവന്റെ ആത്മാവ് മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? അവന്റെ ശരീരം സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണോ? അനന്തുവിന്റെ ഭയം വീണ്ടും കൂടി. ഒരു ദിവസം രാത്രിയിൽ അനന്തു അവന്റെ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, അതൊക്കെ വെറുതെ തോന്നലാണ്. അതിലൊന്നുമിരിക്കാതെ നീ വേറെ കസേരയിലിരുന്നോ. പക്ഷെ അനന്തുവിന് ഭയം കാരണം ആ മുറിയിൽ കയറാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അനന്തു അവന്റെ പഴയൊരു ഡയറിയിൽ എഴുതി, എന്റെ ജീവിതത്തിൽ ഇത്രയും ഭീകരമായൊരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല. ഡയറി എഴുതി വെച്ചുകൊണ്ട് അവൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. പിറ്റേന്ന് രാവിലെ അനന്തുവിന്റെ മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി.
അപ്പോൾ അമ്മ മുറിയിൽ കയറി നോക്കി. അപ്പോഴാണ് എല്ലാവരും ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരു പെൺകുട്ടി അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അത് അനന്തുവിന്റെ അമ്മയുടെ ചിത്രമായിരുന്നു. അപ്പോൾ ആ കസേരയിലിരുന്നത് അനന്തുവായിരുന്നില്ല. അനന്തുവിന്റെ അമ്മ കസേരയിലിരുന്നു. എന്നിട്ട് ചിരിച്ചു. ആ ചിരിയിൽ അവന്റെ അമ്മയായിരുന്നില്ല, മറിച്ച് വേറെ ആരോ ആയിരുന്നു. അപ്പോൾ അനന്ത് പുറത്തേക്കിറങ്ങി ഊട്ടി. ഇതാണ് എന്റെ സബ്സ്ക്രൈബർക്കുണ്ടായ അനുഭവം. അവൻ ഇപ്പോഴും ആ ഭീകരമായ സംഭവത്തിൽ നിന്ന് മോചിതനായിട്ടില്ല. നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും അനുഭവമുണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നന്ദി.